ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസിലെ വെറ്റിനറി സയൻസ് എന്ന പോർഷനാണ്. അപ്പോ ഫുഡ് സേഫ്റ്റി ഓഫീസർ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിനു മുമ്പായി 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരവസരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് സിലബസിൽ വരുന്നത് ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് അലീൽ ലോസ്, ന്യൂട്രീഷൻ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, മൈക്രോബയോളജിക്കൽ ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്, പിന്നെ അഗ്രികൾച്ചർ സയൻസ്, പിന്നെ എല്ലാ PSC എക്സാമിനും കോമൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ്, മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് റീസണിങ്, പിന്നെ ജനറൽ ഇംഗ്ലീഷ്. ഇത്രയും പോർഷനാണ് മെയിൻ ആയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസിലുള്ളത്. എല്ലാ PSC എക്സാം പോലെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റിനറി സയൻസിന്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് അബറ്റോയൽ, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മീറ്റ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് പൗൾട്രി. ഈ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ അതിൽ മെയിൻ ആയിട്ട് കണ്ടന്റ് വരുന്ന സ്റ്റാൻഡേർഡ് ഫോർ ഓർഗനൈസേഷൻ, ലേ ഔട്ട് ഓഫ് അബറ്റോയർ. എന്തൊക്കെയാണ് അബറ്റോയറിന്റെ ലേ ഔട്ടിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ലേ ഔട്ട് ഓഫ് അബറ്റോയറിൽ പറഞ്ഞിട്ടുള്ളത്. അബറ്റോയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ലോട്ടർ ഹൗസിന്റെ വേറൊരു പേരാണ് അബറ്റോയർ. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മീറ്റ്, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത പോർഷനിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതുകൂടാതെ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പൗൾട്രിയും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ അബറ്റോയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അബറ്റോയർ എന്ന് പറയുന്നത് സ്ലോട്ടർ ഹൗസിന്റെ വേറൊരു പേരാണ് അബറ്റോയർ. അപ്പോ നമ്മുടെ നാട്ടില് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തരത്തിലുള്ള സ്ലോട്ടറിംഗ് പ്രോസസ് ഉണ്ട്. അതില് നമുക്ക് സയന്റിഫിക് മെത്തേഡ് ഓഫ് സ്ലോട്ടറിംഗ് അല്ലെങ്കിൽ ഹ്യൂമെയിൻ സ്ലോട്ടറിംഗ് എന്ന് പറയും. ഹ്യൂമെയിൻ സ്ലോട്ടറിംഗ്, or it's also called as scientific method of slaughtering. Scientific method of slaughtering. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടില് നോർമലി കണ്ടുവരുന്ന സ്ലോട്ടറിംഗ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആനിമലിനെ ബ്ലീഡ് ചെയ്ത് കൊല്ലുന്നതാണ്. അതിലൊരുപാട് ആനിമൽസ് ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ് കണ്ടീഷൻസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് മീറ്റ് ക്വാളിറ്റിനെ ബാധിക്കും. അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ഹ്യൂമെയിൻ സ്ലോട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതിന് ആനിമൽസിനെ ആദ്യം അൺകോൺഷ്യസ് ആക്കണം. അതിന്റെ പറയുന്ന പേരാണ് സ്റ്റണ്ണിങ് എന്ന് പറയാം. സ്റ്റണ്ണിങ് ചെയ്ത ആനിമലിനെ അൺകോൺഷ്യസ് ആക്കി ഒരു സീരീസ് ഓഫ് സയന്റിഫിക് മെത്തേഡ് ഓഫ് ബ്ലീഡിങ് ആൻഡ് ഫർദർ പ്രോസസിംഗ് സ്റ്റേജ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അബറ്റോയർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ പ്ലേസ് ഇൻ വിച്ച് ഹ്യൂമൻ സ്ലോട്ടർ ക്യാരി ഔട്ട്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന BIS സ്റ്റാൻഡേർഡ് പ്രകാരം. അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസിലേക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. സ്ലോട്ടർ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലേ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെയറേജ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഹൗസ് ആണ്. അതിനുശേഷം അതിന്റെ ബോയിലർ ആയാലും അതുകൂടാതെ തന്നെ അവിടെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റിലായാലും എല്ലാത്തിനും ISO സ്റ്റാൻഡേർഡ് പ്രകാരവും അതുപോലെ തന്നെ BIS സ്റ്റാൻഡേർഡ് പ്രകാരം ഒരുപാട് നോംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അബറ്റോയർ അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് ഒരുപാട് ടൈപ്പ് ആയിട്ട് ക്ലാസ് വരുന്നതിൽ ആദ്യത്തെ വരുന്നത് 30,000 യൂണിറ്റ് സ്ലോട്ടർ ചെയ്യുന്നതാണെങ്കിൽ അതൊരു സ്മോൾ സ്കെയിൽ അബറ്റോയർ എന്ന് പറയും. അതിന് മിനിമം വേണ്ടത് 1 തൊട്ട് 2 ഏക്കർ വരെയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ മീഡിയം അബറ്റോയർ എന്ന് പറയും. അതിന് 50,000 അധികം അപ് ടു 1 lakh യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ മീഡിയം സ്കെയിൽ അബറ്റോയർ എന്ന് പറയും. അതിന് 2 to 4 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ടാവും, ലാൻഡെങ്കിലും വേണം മിനിമം. അതുപോലെ തന്നെ ലാർജ് അബറ്റോയർ എന്ന് പറയുന്നത് 1,00,000 കൂടുതൽ ആനിമലിനെ സ്ലോട്ടർ ചെയ്യും. അതായത് ആനിമൽ 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് അതില് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 1 ബൊവൈൻ അല്ലെങ്കിൽ 1 ബൊവൈൻ 1 കാറ്റിൽ എന്ന് പറയാം. ബൊവൈൻ ഈക്വൽ ടു
2 pigs, ഇക്വലന്റ് ആയിട്ട് വരുന്ന 2 pigs അല്ലെങ്കിൽ 3 calves അല്ലെങ്കിൽ 5 sheep or goat. ഇതിനെയാണ് നമ്മൾ 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അബറ്റോയർ സ്മോൾ സ്കെയിൽ അബറ്റോയർ എന്ന് പറഞ്ഞത് ഒരു ദിവസം 50 ആനിമൽസ് അല്ലെങ്കിൽ 50 ആനിമൽ അല്ലെങ്കിൽ ഈ 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയും 50 യൂണിറ്റ് അല്ലെങ്കിൽ 300 ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ടിനെ സ്ലോട്ടർ ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് സ്മോൾ സ്കെയിൽ അബറ്റോയർ ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നത്. അതുകൂടാതെ തന്നെ ജനറൽ ആയിട്ടുള്ള ഈ 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. സ്മോൾ സ്കെയിൽ അബറ്റോയർ സാധാരണയായിട്ട് ലോക്കൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അതോറിറ്റിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അതോറിറ്റിന്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യുക. മീഡിയം സ്കെയിൽ ആകുമ്പോൾ സ്റ്റേറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണ് വരിക. ലാർജ് സ്കെയിൽ ആണെങ്കിൽ സെൻട്രൽ അതോറിറ്റിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ അബറ്റോയർ ആണ് ലാർജ് സ്കെയിൽ അബറ്റോയർ എന്ന് പറയുന്നത്. അപ്പോ അബറ്റോയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെ നമുക്ക് എൻവയോൺമെന്റൽ അസസ്മെന്റ് ആയിട്ട് വേണം. അത് നമ്മളെ ഈ വാട്ടറിന്റെ കൺസ്ട്രെയിൻസ് ആയാലും അവിടെയുള്ള ഓപ്പറേഷൻ നോയ്സ്, അതായത് നമ്മൾ ഒരു അബറ്റോയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് സ്കൂൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം എ പബ്ലിക് ഹോസ്പിറ്റൽ, സ്കൂൾ ആൻഡ് അതർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അവിടെ ഹെവി നോയ്സ് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം അബറ്റോയർ അല്ലെങ്കിൽ ഈ സ്ലോട്ടർ ഹൗസിൽ ആനിമൽസിനെയാണ് സ്ലോട്ടർ ചെയ്യുന്നത്. അപ്പൊ ആനിമൽസിന് ഒരു തരത്തിലുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷൻസും ഫീൽ ചെയ്യാത്ത ഒരു കോമൺലി കുറച്ച് മാറി നിന്നിട്ടുള്ള ഒരു സ്പേസസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓഫ് ഓർഡർ ഒന്നും റിലീസ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം certain industry which is producing off order heavy noise and all. പിന്നെ മെയിൻലി ഈ കമ്പഷൻ ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഈ പെട്രോളിയം ഇൻഡസ്ട്രീസ് എന്നൊക്കെ മാറിയിട്ടായിരിക്കണം ഒരു അബറ്റോയർ സ്ഥിതി ചെയ്യേണ്ടത്. കാരണം അവിടെ നിന്ന് സ്മോക്ക് ഈ ആനിമൽസിന് സഫോക്കേഷൻ, അതുപോലെ തന്നെ അതിനൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ ആസ് പെർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം FSIയുടെ അല്ലെങ്കിൽ ISO സ്റ്റാൻഡേർഡ് പ്രകാരം ISO 9000 ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും QMS. അതുപോലെ തന്നെ ISO 14000 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ അത് പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ നോംസും ഫോളോ ചെയ്തിട്ട് വേണം ഒരു അബറ്റോയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളത്. അതാണ് എൻവയോൺമെന്റ് അസസ്മെന്റിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ നമ്മൾ വി ഹാവ് ടു സബ്മിറ്റ് എൻ എൻവയോൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ടു ദി റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ. അപ്പോ പ്ലാനിംഗ് അതോറിറ്റി വിൽ ഓഫൺ റിക്വയർ ദി പ്രൊഡക്ഷൻ ഓഫ് എൻവയോൺമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് which is available to all the interested parties. അപ്പോൾ എൻവയോൺമെന്റ് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ നോംസ് ആൻഡ് റെഗുലേഷൻസും മീറ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ ഒരു സ്റ്റാൻഡേർഡ് അബറ്റോയറിന്റെ ലേ ഔട്ടിൽ അബറ്റോയർ ഷാൽ ഹാവ് ദ ഫോളോയിങ് ഫെസിലിറ്റി. അതിൽ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്? ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്, റെസ്റ്റിംഗ് പ്ലേസ് ഫോർ ആനിമൽ ഇസ് ഓൾസോ നോൺ ആസ് ലെയറേജ്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ഏരിയ. സോ established veterinary doctor should be there for the antemortem inspection, and it should be carried out humane slaughter. Different types of stunning methods ഉണ്ട്. ആ സ്റ്റണ്ണിങ് മെത്തേഡ് വഴിയാണ് അതായത് scientific method should be followed for the slaughtering of animals, mainly including ഒരുപാട് ടൈപ്പുള്ള സ്റ്റണ്ണിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വന്ന പെർക്കസീവ് മെത്തേഡ് ആണ്. വരും വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റണ്ണിങ് മെത്തേഡ്സും അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് പെർക്കസീവ് കെമിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റണ്ണിങ് മെത്തേഡ്സ്, പിന്നെ ഇലക്ട്രിക് സ്റ്റണ്ണിങ് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് സ്റ്റണ്ണിങ് മെത്തേഡ്. അതായത് സയന്റിഫിക് മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് വി ആർ യൂഷ്വലി ഫോളോയിങ്. ദെൻ ഫ്ലെയിങ് എന്ന് പറയുന്നത് സ്കിൻ റിമൂവൽ. അതിന്റെ സ്കിൻ ഇപ്പം ആനിമൽസ് അല്ലെങ്കിൽ സ്കിൻ റിമൂവലിന്റെ പ്രോസസ് ഫ്ലെയിങ് എന്ന് പറയും. ദെൻ ഫോളോഡ് ബൈ ഡ്രസ്സിംഗ് ആൻഡ് വാഷിംഗ് ഓഫ് ദി കർക്കസ്. കർക്കസ് എന്ന് വെച്ചാൽ ഈ സ്ലോട്ടർ ചെയ്ത ആനിമൽസിന്റെ കർക്കസ് പറയാം. സോ ഇൻ ബിറ്റ്വീൻ it's a process usually rigor mortis എന്നൊരു പ്രോസസ്, അല്ലെങ്കിൽ സ്റ്റിഫനിങ് ഓഫ് മസിൽ. സ്റ്റിഫനിങ് അല്ലെങ്കിൽ റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത് റിഗർ സ്റ്റിഫനിങ് എന്ന് പറയുന്നത് മസിൽസ് ടു മീറ്റ് കൺവേർഷനെയാണ് റിഗർ മോർട്ടിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൂടാതെ തന്നെ
ഹാൻഡ്ലിംഗ് ബൈ പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അതിൽ എഡിബിൾ ആൻഡ് ഇൻഎഡിബിൾ ഓഫൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ, ആന്റിമോർട്ടം ആൻഡ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. അതിനു വേണ്ടി ടെസ്റ്റ് ചെയ്യാം, മൈക്രോബിയൽ അനാലിസിസ് ചെയ്യാനുള്ള ലബോറട്ടറീസ്, അതുപോലെ തന്നെ ബാക്കി ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ലബോറട്ടറീസ്, അതുപോലെ തന്നെ സ്റ്റാഫ് വെൽഫെയറിനുള്ള ബേസിക് റിക്വയർമെന്റ്സ് നമുക്ക് ഒരു അബറ്റോയിൽ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസീസ്ഡ് ആനിമൽസിന് എമർജൻസി സ്ലോട്ടറിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും ഡിസീസ്ഡ് ആനിമൽസിന് കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും, അതുപോലെ തന്നെ അവിടെ അഡിക്വേറ്റ് ആയിട്ടുള്ള സഫീഷ്യന്റ് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി. നമുക്കറിയാം ഒരു അബറ്റോയിൽ മൊത്തം 15 PSI പ്രഷർ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ വാട്ടർ സപ്ലൈക്ക്. അതുകൂടാതെ തന്നെ 20 PSI പ്രഷർ ഷുഡ് ബി ഇത് ത്രൂ ഔട്ട് ദി വാട്ടർ സപ്ലൈ സിസ്റ്റം. അതും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോർ ഓർഗനൈസേഷൻ അബറ്റോറിയൽ ലേഔട്ടിൽ മെയിൻ ആയിട്ട് വരുന്ന റെസ്റ്റിംഗ് പ്ലേസ്, ഇതിന്റെ കോമ്പോണൻസ് ഓഫ് എൻ അബറ്റോർ മെയിൻ റെസ്റ്റിംഗ് പ്ലേസ്, ദെൻ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ഏരിയ, ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാഫ് വെൽഫെയറിനുള്ള ഏരിയ, ലബോറട്ടറി, സെഗ്രിഗേഷൻ വാർഡ് ഫോർ സിക്ക് ആൻഡ് ഡിസീസ്ഡ് ആനിമൽസിനുള്ള അതായത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിനുള്ള ഫർദർ കെയറിന് വേണ്ടിയിട്ടുള്ള സെഗ്രിഗേഷൻ റൂംസ്, അതുപോലെ തന്നെ അഡിക്വേറ്റ് വാട്ടർ സപ്ലൈക്കുള്ള റിക്വയർമെന്റ്സ് ഒക്കെ നമ്മുടെ ഒരു അബറ്റോയിൽ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് അബറ്റോയിൽ മെയിൻ ഫെസിലിറ്റീസ് ആണ്. മെയിൻ ആയിട്ട് വാട്ടർ ഫെസിലിറ്റി, ദെൻ ഇലക്ട്രിസിറ്റി, പ്രോപ്പർ ഇലക്ട്രിസിറ്റി ഷുഡ് ബി ഇത്. അതിനോരോ ഓരോ ആനിമൽസിനും വേണ്ട വാട്ടർ റിക്വയർമെന്റ്സും ഇലക്ട്രിക്, അതുപോലെ ഓരോ ഏരിയയിലുള്ള ലൈറ്റ് റിക്വയർമെന്റ്സും ലൈറ്റിംഗ് റിക്വയർമെന്റ്സും ഡ്രെയിനേജിന്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ വെന്റിലേഷൻ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഈ ബേസിക് റിക്വയർമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് വാട്ടർ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ്, ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഫ്ലോർ ആൻഡ് വാൾ ഫിനിഷസ്, ഡോർ, എക്യുപ്മെന്റ് ഡിസൈൻ എന്നൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വാട്ടർ റിക്വയർമെന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ പൈപ്പ് ലൈൻസിലും 20 PSI പ്രഷർ ഷുഡ് ബി റിക്വയർഡ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം. മെയിൻ ആയിട്ട് another constraint is nothing but 82 degrees Celsius water should be there, അല്ലെ? അപ്പൊ നമുക്ക് 82 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഒരു സ്റ്റെറിലൈസേഷൻ, കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു പാത്തോജൻസ് ഒന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വലന്റ് ടു പാസ്ചറൈസേഷൻ ഇഫക്റ്റ് കൊടുക്കുന്നതാണ് 82 ഡിഗ്രി സെൽഷ്യസ് ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന നൈഫ് ആയാലും ഓരോ എക്യുപ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ നൈഫ്, ഒരുപാട് ടൈപ്പ് നൈഫ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ 82 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിലായിരിക്കും ഡിപ്പ് ചെയ്ത് വെക്കുക. അതിന്റെ ഒരു റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിനോട് പറ്റി ചേർന്നിരിക്കുന്ന പാത്തോജനിക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 82 ഡിഗ്രി, അല്ലെങ്കിൽ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാക്സിമം ആ മൈക്രോബിയൽ ലോഡ് മൈക്രോ ഓർഗാനിസത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 82 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹോട്ട് വാട്ടർ സപ്ലൈ ത്രൂ ഔട്ട് ദ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആനിമൽസിനും പെർ ഡേ എത്ര വെള്ളം റിക്വയർ ആയിട്ടുണ്ട്. അതായത് മെയിൻ ആയിട്ട് നമ്മളെ പിഗ്സിനാണ് ഏറ്റവും കൂടുതൽ വാട്ടർ റിക്വയർമെന്റ് ആയിട്ടുള്ളത്. അതിൽ 454 ലിറ്റർ പെർ ഡേ നമുക്ക് വേണം. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പിഗ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. സോ അതിനെ സ്റ്റൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സ്കാൽഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചൂടുവെള്ളത്തിലിട്ട് ഹെയർ ഫോളിക്കിൾസിനെ സോഫ്റ്റൻ ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിഗിന്റെ സ്കിൻ നമ്മൾ സാധാരണ റിമൂവ് ചെയ്യുന്നതല്ല. അപ്പൊ പിഗിന്റെ സ്കിന്നിലെ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ സ്കാൽഡിങ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് ഒരുപാട് വെള്ളം വേണം. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ടോട്ടൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വെള്ളം വേണം. അതുപോലെ തന്നെ ഈ ബ്ലീഡ് ചെയ്തതിനു ശേഷം ആ ഏരിയ ക്ലീൻ ചെയ്യാൻ ഒരുപാട് വെള്ളം ആവശ്യം. അപ്പൊ ഒരു പിഗിന് ആവറേജ് 454 ലിറ്റർ വേണം. എന്നാൽ അതിന് വെച്ച് നോക്കുമ്പോൾ ബൊവൈൻസിന് സ്കാൽഡിങ് പ്രോസസ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഫ്ലൈയിങ് അല്ലെങ്കിൽ സ്കിൻ റിമൂവൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 272 ലിറ്റേഴ്സ് വെള്ളം മതിയാവും ആസ് കമ്പയർഡ് ടു പിഗ്. ദെൻ ഗോട്ട് ചെറിയൊരു ആനിമൽ ആയത് കൊണ്ട് തന്നെ അതിന് 45 ലിറ്റർ പെർ ഡേ മതിയാവും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എല്ലാത്തിനും അറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ കുറവോ വരാം, ഡിപ്പെൻസ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ആനിമൽസ് ഓർ ദ റിലേറ്റഡ് യൂഷ്വൽ ചേഞ്ചസ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ പ്ലസ് 25% വെള്ളം കൂടാ. ഇതിന്റെ കൂടാ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പിഗ് എടുത്തു കഴിഞ്ഞാൽ 454 പ്ലസ് 25% എക്സ്ട്രാ റിക്വയർമെന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു
നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും ഇത്തിരി കൂടുതൽ കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ +25% വിത്ത് എ റീസണബിൾ പ്രഷർ 15 PSI ഔട്ട്പുട്ട് ആ വെള്ളത്തിന് നമുക്ക് വേണ്ടതാണ്. ആ ഒരു പ്രഷർ റീറ്റെയിൻ ചെയ്യുന്നത് പ്രോപ്പർ ക്ലീനിങ്, ആ പ്രഷർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് 15 PSI പ്രഷർ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ പ്രോപ്പർ ഇലക്ട്രിസിറ്റി ത്രൂ ഔട്ട് ദി പ്രോസസ് നമുക്ക് ആവശ്യമാണ്. കാരണം അവിടെ ഒരു ജനറേറ്റർ സിസ്റ്റം എന്തായാലും വേണം. കാരണം ഈ ഒരു പ്രോപ്പർ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് എനി ഫുഡ് ഇൻഡസ്ട്രി വി ഷുഡ് റീറ്റെയിൻ എ പ്രോപ്പർ കോൾഡ് ചെയിൻ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡേഞ്ചർ സോൺ ടെമ്പറേച്ചർ ഉണ്ട്, 40 to 140 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സ്പോയിലേജ് ഉണ്ടാവുന്നത്. അപ്പോ ഇതിന് ബിയോണ്ട് റേഞ്ചിലാണ് നമ്മൾ എപ്പോഴും ഫുഡ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതില് ഇൻ കേസ് ഓഫ് മീറ്റ് നമ്മൾ എപ്പോഴും കോൾഡ് സ്റ്റോറേജ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു മെയിൻറ്റെയിൻ എ കോൾഡ് സ്റ്റോറേജ്. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ cold storage without any thermal fluctuation, we require a generator or a continuous supply of electricity should be required in case of any abet oil. ഓക്കെ, അപ്പം അതുകൂടാതെ ഡ്രെയിനേജിന്റെ സ്പെസിഫിക്കേഷൻ ആണ് അടുത്തതായിട്ടുള്ളത്. അപ്പൊ വെറ്റ് ഫ്ലോർ ആയിരിക്കും എപ്പോഴും ഒരു സ്ലോട്ടർ ഹൗസിൽ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ എപ്പോഴും വാഷ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഫ്ലോർ ആണ് വെറ്റ് ഫ്ലോർ. അതുകൂടാതെ തന്നെ ബ്ലഡ് സ്റ്റെയിൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം വെറ്റ് ഫ്ലോർ ആയിരിക്കും. അതിന്റെ സ്ലോപ്പിന്റെ ഗ്രേഡിയന്റ് 1:15 എന്ന ഒരു ഗ്രേഡിയന്റ് ആണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. BA സ്പെസിഫിക്കേഷൻ പ്രകാരം 1:50 ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഓരോ 40 മീറ്റർ സ്ക്വയർ ഏരിയക്കും അറ്റ്ലീസ്റ്റ് 1 ഡ്രെയിൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൂടാതെ ഡ്രെയിൻ വാലീസിന്റെ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ആ ഡ്രെയിൻ നോർമൽ ഫ്ലോർ ഗ്രേഡിയന്റ് കൂടാതെ നമ്മൾ എപ്പോഴും അറിയാം, നിങ്ങൾക്ക് ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലോർ ഗ്രേഡിയന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ഡ്രെയിനേജിന്റെ വാലീസ് ഉണ്ടല്ലോ, അതിന് നിയർ ബൈ ആയിട്ടുള്ള ഏരിയയുടെ ഗ്രേഡിയന്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതപ്പോ 1:25 എന്ന റേഷ്യോയിലാണ് ആ വാലീസിന്റെ ഗ്രേഡിയന്റ് പറയുന്നത്. പിന്നെ ലാർജ് ആനിമൽസിന് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 60 സെന്റിമീറ്റർ വൈഡ് ആയിട്ടുള്ള ബേസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആൻഡ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്ട്രിയൽ കണ്ടന്റ് കളക്ട് ചെയ്യാനുള്ള സ്പെഷ്യൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രോഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ 20 സെന്റിമീറ്റർ ബൊവൈൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാറ്റിൽസിനും ബൊവൈൻസിനൊക്കെ നമ്മൾ 20 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ട്രോസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സ്മോൾ ആനിമൽസ് ആവുമ്പോൾ അതിന് 15 സെന്റിമീറ്റർ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഡ്രെയിൻസിൽ നമ്മൾ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യും. അത് മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഇൻസെക്ട്സ് അല്ലെങ്കിൽ സ്ക്രീൻസ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതുപോലുള്ള സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിൽ കൂടെ ഇൻസെക്ടിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യണം. അതുപോലെ തന്നെ റോഡൻസിന്റെ എൻട്രി. ഇപ്പൊ ഈ ഡ്രെയിനേജ് കൂടെ ദൂരെ നിന്ന് റോഡൻസ് പ്ലാന്റിന്റെ അകത്തേക്ക് വരാതിരിക്കാനും, അതുപോലെ തന്നെ ഇൻസെക്ടിന്റെ ഒക്കെ ഒരു എൻഡ് അല്ലെങ്കിൽ ഇൻസെക്ട് ട്രാപ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഈ ഡ്രെയിൻസിൽ. ഇപ്പൊ ഈ ഇൻസെക്ട് ട്രാപ്സും അതുപോലെ തന്നെ ഈ 4 മില്ലിമീറ്റർ സ്ക്രീൻസിലുള്ള ആ ഒരു ഡ്രെയിൻസിൽ നമ്മൾ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും റോഡൻസിന്റെ അതുപോലെ തന്നെ പെസ്റ്റിന്റെ ഒക്കെ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ലൈറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ. അപ്പൊ ലൈറ്റിംഗ് നമ്മൾ ഇൻസ്പെക്ഷൻ ഏരിയയിൽ 1.5 മീറ്റർ താഴെ നിന്നാണ് നമ്മൾ ലൈറ്റ് മെഷർ ചെയ്യുക. അതിൽ ലൂമെക്സ് അല്ലെങ്കിൽ ഫുഡ് കാൻഡിലയിലാണ് ലൈറ്റ് മെഷർ ചെയ്യുക. അത്ര റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കി ഈ ഇൻസ്പെക്ഷൻ ഏരിയ ഒഴികെയുള്ള ബാക്കി എല്ലാ ഏരിയയിലും 0.9 മീറ്റർ ഡിഫറൻസിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇൻസ്പെക്ഷൻ ഏരിയയിൽ 540 ലൂമെക്സ് ലൈറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വർക്കിംഗ് ഏരിയയിൽ ഇൻസ്പെക്ഷൻ ഏരിയയിൽ ഇത്രയും കൂടുതൽ ലൈറ്റ് വേണ്ടത് കാരണം നമുക്ക് ഓരോ മൈന്യൂട്ടുള്ള ബ്ലഡ് സ്പോട്ട് ആയാലും ഇപ്പം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ബ്ലഡ് സ്പോട്ട് ആയാലും അതിലത്തെ ഓരോ മൈന്യൂട്ട് കളർ ചേഞ്ചും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കളർ ചേഞ്ച് ഓരോ ഇൻഫെക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ലിംഫ് നോഡ്സും അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റെയിൻസും ഇന്റേണൽ ഓർഗൻസിലുള്ള മൈന്യൂട്ട് ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 540 ലൂമാക്സ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 220 ലൂമാക്സ് വർക്ക് റൂമിൽ കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ കട്ടിങ്ങിനും ഒരു ഒക്കെ വേണ്ടിയിട്ടാണ്. പ്രോപ്പർ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 220 ലൂമാക്സ് ലൈറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും വർക്ക് റൂംസിൽ. അതുപോലെ തന്നെ അതർ ഏരിയ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂംസിലൊക്കെ
110 ലൂമാക്സ് ലൈറ്റിംഗ് ആണ്. കാരണം സ്റ്റോറേജിൽ അധികം ലൈറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ വർക്കിങ്ങിന് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ലൈറ്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. അതിനാണ് 220 ലൂമാക്സ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റിംഗ്സിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിംഗ്സ് മോർ ബെറ്റർലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. കാരണം നാച്ചുറൽ ലൈറ്റിംഗിലാണ് എല്ലാ കാര്യങ്ങളും എക്സാക്ട് ആയിട്ട് വിസിബിൾ ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൊടുക്കുന്നെങ്കിൽ പോലും അതിന് പ്രോപ്പർ ആയിട്ട് സ്പെസിഫിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ കളേർഡ് ലൈറ്റിംഗ് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല. നോർമൽ നാച്ചുറൽ ലൈറ്റിംഗിന് ഇക്വലന്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിലും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫ്ലോർ ആൻഡ് വാൾ ഫിനിഷ്. അപ്പൊ നമുക്ക് എല്ലാവരും ഇൻ കേസ് ഓഫ് എനി ഫുഡ് ഇൻഡസ്ട്രി ദ വാൾ ഹൈറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 meter ഫ്രം ദ ഫ്ലോർ ഫോർ ദി ബെറ്റർ ഹാൻഡ്ലിംഗ് ഓഫ് ദി ഓൾ ദി എക്യുപ്മെന്റ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 meter ഫ്ലോർ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ദ ഫ്ലോർ ഷുഡ് ബി നോൺ സ്ലിപ്പറി ഈവൻ ദോ ഇറ്റ് ഷുഡ് ഹാവ് ദ പ്രോപ്പർട്ടി ടു ക്ലീൻ ഇറ്റ്സ് വെൽ. അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഫ്ലോറിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള നോൺ അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. ഈ അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ അവിടെ മൈക്രോബിയൽ ഫിലിംസ് ഫോം ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് ആ ഫ്ലോർ കണ്ടാമിനേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നോൺ അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ നോൺ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ഈ ഹൈറ്റ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 3 meter ഫ്രം ദ ഫ്ലോർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അബറ്റോ നമുക്ക് എല്ലാവരും വെറ്റ് ഫ്ലോർ ആയിരിക്കും, ബട്ട് ഇറ്റ് ഷുഡ് ബി ഈസിലി ക്ലീൻ ആൻഡ് ഓൾസോ നോൺ സ്ലിപ്പ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ വാൾസ് നമ്മൾ സാധാരണയായിട്ട് കോൺക്രീറ്റ് അല്ലെങ്കിൽ ടൈൽസ് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കോർണേഴ്സ് ഒക്കെ ഈവൻ ഇങ്ങനെയുള്ള കോർണേഴ്സ് ആണെങ്കിൽ ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് ഒരിക്കലും കൊടുക്കില്ല. കാരണം അവിടെ ഡെബ്രിസ് അടിഞ്ഞുകൂടി കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ വിൽ ബി പ്രൊവൈഡിങ് എ കേർവ്ഡ് കോർണർ. ഓക്കെ, എപ്പോഴും കേർവ്ഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസി ഫോർ ദ ക്ലീനിങ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു കേർവ്ഡ് ആയിട്ടുള്ള കോർണേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാൾ ഷീറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളത് പ്ലാസ്റ്റിക് ലാമിനേറ്റ് ആവാം, അലുമിനിയം, പോളിഷ്ഡ് ആസ്പെറ്റോസ്, ദെൻ PVC ഫേസ്ഡ് റസ്റ്റ്ലെസ് മെറ്റൽ ആയിരിക്കാം. റസ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റലാണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലാമിനേറ്റ്സ് ഒക്കെയാണ് സാറിന് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുഡ് ഗ്രേഡിലെ 304 അല്ലെങ്കിൽ 306 ഗ്രേഡുള്ള അല്ലെങ്കിൽ 314 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എനി ഫുഡ് ഇൻഡസ്ട്രി അതിൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയല്ല, വാൾസിന് മാത്രമല്ല, ഓരോ എക്യുപ്മെന്റ്സ് ആയാലും അതിന്റെ നമ്മൾ കട്ടിങ് ആയിട്ടുള്ള അതിന്റെ ട്രോസ് ആയാലും ബ്ലീഡിംഗ് ട്രോസ് ആയാലും എല്ലാത്തിനും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 അല്ലെങ്കിൽ അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഗ്രേഡുള്ള മെറ്റീരിയൽസ് ആണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ഡോർസിൽ മിനിമം വിഡ്ത്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1.37 meters അല്ലെങ്കിൽ 4.5 feet വൈഡ് ആയിരിക്കണം. കാരണം പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ദ ഇപ്പം CIP അല്ലെങ്കിൽ COP പോലുള്ള പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ എക്യുപ്മെന്റ് ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ അതിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള പ്രോപ്പർ വിഡ്ത്ത് വേണം. അതുപോലെ തന്നെ ആനിമലിനെ മൂവ് ചെയ്യാനുള്ള ഏരിയസിൽ ലാർജ് ആനിമൽ ആണെങ്കിൽ 3 meter വൈഡ് ആയിട്ടുള്ള ഡോറാണ്. ലെയറേജ് എന്ന് പറയുന്നത് റെസ്റ്റ് ഹൗസ് ഫോർ ദ ആനിമൽസ് ആണ്. അപ്പൊ ലെയറേജ് റേസ് എന്ന് വെച്ചാൽ ലെയറേജ് സ്റ്റെൻഡിങ് പോയിന്റിലേക്കുള്ള വഴിയാണ്. അപ്പൊ അതിന് നമ്മൾ റേസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ലെയറേജ് സ്ഥിതി ചെയ്യുന്നെങ്കിൽ ഇവിടെയാണ് സ്റ്റെൻഡിങ് പോയിന്റ് അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് എങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് മിനിമം 10 meter ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ആനിമൽസ് വരുന്ന സ്ഥലത്ത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള മിനിമം 3 meter വൈഡ് ആയിട്ടുള്ള ഡോർസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ ബാക്കി എല്ലാ ഡോർ അറേഞ്ച്മെന്റും 1.37 meter ആയിരിക്കും അല്ലെങ്കിൽ 4.5 feet വൈഡ് ആയിട്ടുള്ള ഡോറാണ് പ്രൊവൈഡ് ചെയ്യുക. ഡോർ മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഓഫ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോ വുഡൻ ഡോർ ആണെങ്കിൽ അതിൽ റസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഇംപെർമിയബിൾ മെറ്റീരിയൽസ് കൊടുക്കും. അതിൽ വുഡൻ ആണെങ്കിൽ അബ്സോർബന്റ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ അതിന് നോൺ അബ്സോർബന്റ് ആക്കാൻ വേണ്ടി ലാമിനേറ്റിലും കോട്ടിങ്സ് കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഡബിൾ ആക്ടിങ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും തുറക്കുന്ന ഡോർ ആണെന്നെങ്കിൽ അതിലൊരു ഗ്ലാസ് റീഇൻഫോഴ്സ്മെന്റ് പാനൽസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഐ ലെവൽസിലൂടെ അപ്പുറത്തെ ഭാഗം കാണാനായിട്ടുള്ള ഒരു പാനൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ICU ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതെ, ICU എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ ഡോറാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ ഈ ഒരു ഐ ലെവൽസിൽ ഒരു ഓപ്പണിങ്സ് നമുക്ക് അപ്പുറത്തെ ഭാഗം പെർമിയബിൾ ആയിട്ട് കാണാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ ഗ്ലാസ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ കൊടുക്കും. അതുകൂടാതെ തന്നെ ഇഫ് ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ഡോർ ആണെങ്കിൽ അങ്ങനെയുള്ള ഡോർസ് സാധാരണയായിട്ട് നമ്മൾ ഈ അബറ്റോയിൽ യൂസ് ചെയ്യില്ല.
അതിന്റെ ഡിഫിക്കൽട്ടി, ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ടി കൊണ്ട്, അതുപോലെ തന്നെ അത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടുമാണ് നമ്മൾ അങ്ങനെയുള്ള ഡോസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾസിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ ഈ സർഫസ് ആയാലും വാൾസ് ആയാലും അതിന് പോളിസ്റ്റാരിൻ ഇൻസുലേഷൻ കൊടുത്തിരിക്കും. മൈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ അബറ്റോയർ പോളിസ്റ്റാരിൻ ഇൻസുലേഷൻ ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ദിസ് മൈസ് ഇൻ ടു ചിൽ റൂം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയയിലേക്കുള്ള എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ എല്ലാ വെൻസോ അല്ലെങ്കിൽ എല്ലാ ഓപ്പണിങ്സിലും നെറ്റ്സ് വെച്ച് കവർ ചെയ്യുക. അതായത് പെസ്റ്റിന്റെ നെറ്റ്സ് വെച്ച് കവർ ചെയ്യുക. അത് പെസ്റ്റിന്റെ എൻട്രി, ആ നെറ്റിന്റെ സ്ക്രീൻ വെച്ചാൽ 4 mm ആയിരിക്കും. അതായത് ഇപ്പം ഇൻസെക്ടിനെ എൻട്രി തടയാൻ വേണ്ടി സ്മോൾ സൈസ് ആയിട്ടുള്ള നെറ്റ് ആയിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ റോഡൻസിന് എൻട്രി പ്രിവെന്റ് ചെയ്യാനുള്ള നെറ്റ്സ് അറേഞ്ച്മെന്റ്സും കൊടുത്തിട്ടുണ്ടാവും എല്ലാ ഭാഗത്തും. അതുകൊണ്ട് തന്നെ റോഡൻസിന് ഇൻസെക്ട്സിന്റെയും എൻട്രി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇൻസെക്ട് ട്രാപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇൻസെക്ട് അല്ലെങ്കിൽ ഇൻസെക്ട് ട്രാപ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ UV ലൈറ്റിംഗ് ആണ് കൊടുക്കുക, UV ലൈറ്റിംഗ്. അപ്പൊ അവിടെ ഇൻസെക്ടിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്. കാരണം നമ്മൾ മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് 76 ഓൾമോസ്റ്റ് 59 ഓളം അബറ്റോയർ കറന്റ് വർക്കിംഗ് കണ്ടീഷനിലാണ്. അപ്പോ ഇത്രയും അബറ്റോയറിൽ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്ന അബറ്റോയ്സ് ഉണ്ട്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഇൻസെക്ട് ഒക്കെ പ്രൊഡക്ട്സിൽ ഉണ്ടെങ്കിൽ അത് ഒരു എക്സ്ട്രേനിയസ് മാറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ഒരു ബയോളജിക്കൽ ലൈഫ് ഫോമിലാണെങ്കിൽ ബയോളജിക്കലും, അല്ലെങ്കിൽ ഡെഡ് ഫോമിലാണെങ്കിൽ ഫിസിക്കൽ അസാർഡ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുക. അപ്പോ അതിനെ നമുക്ക് ഒരിക്കലും മീറ്റിൽ അനുവദനീയമല്ല. അത് ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസെക്ട് ട്രാപ്സ് അതുപോലെ പെസ്റ്റ് ട്രാപ്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ ഇൻസെക്ട് സ്പ്രേ ഷുഡ് ബി അവോയ്ഡഡ്. അതായത് നമ്മുടെ ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ഏരിയയിൽ ഇൻസെക്ട് സ്പ്രേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് പെസ്റ്റ് കൺട്രോൾസിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻസ് പറഞ്ഞത്. അതുകൂടാതെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ആനിമൽസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ പെൻ സൈസ് അല്ലെങ്കിൽ ഓരോ ആനിമൽസിനും ലെയറേജിൽ റെസ്റ്റിംഗ് ഏരിയയിലായാലും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴായാലും അതിന് ഒരു സ്പെസിഫിക് കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അപ്പോൾ കാറ്റിൽസിന് മെയിൻ ആയിട്ട് ലൂസൺ ആയിട്ടാണ് വെച്ചിരിക്കണമെങ്കിൽ 3.3 to 2.8 മീറ്റർ സ്ക്വയർ ഏരിയ പെർ ആനിമൽസിന് കാറ്റിൽസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിനൊരു ടൈഡ് ഫോമിലാണെങ്കിൽ 3.25 മീറ്റർ സ്ക്വയർ പെർ ആനിമലിനും പെർ ആനിമൽ അല്ലെങ്കിൽ 3.25 മീറ്റർ സ്ക്വയർ ഏരിയ ഓരോ ആനിമൽസിന് കൊടുത്തിരിക്കേണ്ടതാണ്. പിന്നെ പിഗ്സിലായാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേസ്ഡ് ഓൺ ദ സൈസ് ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേക്കൺ ആൻഡ് സ്മോൾ പോർക്ക് അല്ലെങ്കിൽ സ്മോൾ പിഗ്സ് ആണെന്നുണ്ടെങ്കിൽ 0.6 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വേറെ ഹെവി പിഗ്സ് അല്ലെങ്കിൽ കാവ്സ് ആണെന്നുണ്ടെങ്കിൽ 0.74 മീറ്റർ സ്ക്വയർ ഏരിയ പെർ ആനിമൽ ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷീപ്പ് ഗോട്ട് എടുത്തു കഴിഞ്ഞാൽ 0.56 മീറ്റർ സ്ക്വയർ പെർ ആനിമൽ ആണ് നമ്മൾ സാധാരണയായിട്ട് ഷീപ്പിനും ഗോട്ടിനും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് മെയിൻ ആയിട്ട് കാറ്റിൽ ലെയറേജിൽ നമ്മുടെ അതിന്റെ ഏരിയ അല്ലെങ്കിൽ ഒരു 20 തൊട്ട് 25 കാറ്റിൽസ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 7.6 മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ 6 മീറ്റർ വിഡ്ത്തും ഉള്ള ഒരു റെക്ടാംഗിൾ ഏരിയയിൽ ഓൾമോസ്റ്റ് 20 to 25 കാറ്റിൽസ് മാത്രം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ടൈറ്റ്ലി പാക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു ഷീപ്പിനാണെന്നുണ്ടെങ്കിൽ, ഷീപ്പ് ഗോട്ടിനാണെന്നുണ്ടെങ്കിൽ 0.9 മീറ്റർ ഹൈറ്റ് വിത്ത് പാസേജ്, 0.9 മീറ്റർ വൈഡും, അതുപോലെ തന്നെ വാട്ടർ ട്രോഫിന് ഓൾമോസ്റ്റ് 50 സെന്റിമീറ്റർ ഫ്രം ദ ഫ്ലോർ അല്ലെങ്കിൽ ഹൈറ്റ് ഫ്രം ദ ഫ്ലോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുകൂടാതെ തന്നെ പിഗ് ലെയറേജിൽ നമ്മൾ 0.6 മീറ്റർ സ്ക്വയർ ഏരിയ ഓരോ ആനിമൽസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് ലാർജ് പിഗ്സ് ആണ്. ബേക്കൻസ് സ്മോൾ പിഗ്സ് ആണെന്നുണ്ടെങ്കിൽ 0.6 മീറ്റർ സ്ക്വയർ ഏരിയ കൊടുക്കും. ഈ ലാർജ് ഹെവി പിഗ്സ് ആണെന്നുണ്ടെങ്കിൽ 0.74 മീറ്റർ സ്ക്വയർ ഏരിയ ആണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സോളിഡ് വാൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റെയിൽസ് അല്ലെങ്കിൽ ഗ്രിൽസ് 15 സെന്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള ഗ്രില്ലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിപ്പം എവിടെ ആയാലും. കാരണം ഈ ആനിമൽസ് അതിന്റെ ഹെഡ് അതിന്റെ ഉള്ളിൽ ഇടാതെ അല്ലെങ്കിൽ ഹെഡ് അതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ
ഈ ഒരു 15 സെന്റിമീറ്റർ മാക്സിമം കൊടുക്കുക. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ 15 സെന്റിമീറ്റർ കൂടി കഴിഞ്ഞാൽ ആനിമൽ അതിന്റെ തല ഈ ഗ്രില്ലിന്റെ ഇടയിലോട്ട് ഇടാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് 15 സെന്റിമീറ്റർ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഗ്രിഡ് സൈസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് തരത്തിൽ ചെയ്യുന്നത്. ട്രക്കിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ റെയിൽസ് പോകാറുണ്ട്, അല്ലെങ്കിൽ അതിന് കാൽനടയായിട്ടും കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ആനിമൽസിനെ നമ്മൾ കാൽനടയായിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം 30 കിലോമീറ്റർ മാത്രമാണ് കാറ്റിൽസിന് ഒരു ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ആനിമൽസിന് ഓരോ 24 അവേഴ്സിലും വെള്ളവും വെള്ളം അതുപോലെ തന്നെ ഫീഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫീഡ് ആൻഡ് വാട്ടർ ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ഈച്ച് 24 അവേഴ്സ് ഇന്റർവെൽ. അതുകൂടാതെ തന്നെ 24 അവേഴ്സിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പ് തന്നെ അതിന്റെ ആന്റിമോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 24 മണിക്കൂർ മുമ്പ് സ്റ്റണ്ണിങ് ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പ് ആന്റിമോർട്ടം എക്സാമിനേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറിൽ കൂടുതലുള്ള ജേണി ആണെന്നുണ്ടെങ്കിൽ ജേണിക്ക് മുമ്പായിട്ട്, അതുപോലെ തന്നെ ഈ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും ആനിമൽസിന് വാട്ടറും റെസ്റ്റും, അതുപോലെ അറ്റ്ലീസ്റ്റ് മിനിമം 12 അവേഴ്സ് എങ്കിലും റെസ്റ്റും കൊടുക്കണം. ഈ വാട്ടറും പ്രൊവൈഡ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ഫുഡും പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ശ്രിങ്കേജ് എന്ന് പറയും. ട്രാൻസ്പോർട്ടേഷൻ ശ്രിങ്കേജ് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ വെയിറ്റ് ലോസ് നമുക്ക് ആനിമൽസിൽ ഉണ്ടാവും. അത് മെയിൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിഗിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ശ്രിങ്കേജ് ഉണ്ടാകുന്നത്. കാരണം പിഗ് ഈസ് ഹൈലി എക്സ്പോസ്ഡ് ടു സ്ട്രെസ് കണ്ടീഷൻ. അപ്പോ ബാക്കിയുള്ള ആനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രെസ് റേറ്റ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ് പിഗ്സിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആനിമൽ ബിഹേവിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ശ്രിങ്കേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പിഗ്സിലായിരിക്കും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഒരു ആവറേജ് സൈസിലുള്ള ട്രക്കിലാണെങ്കിൽ ഓൾമോസ്റ്റ് 40 ഷീപ്പിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ ആ സെയിം ട്രക്കിൽ 8 to 10 കാറ്റിൽസിനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൗൾട്രി ആവുമ്പോൾ ഓരോ പൗൾട്രിക്കും ഒരു സിംഗിൾ പൗൾട്രിക്ക് 1x1x1 സൈസുള്ള ഒരു വോളിയം 1x1x1 ഫീറ്റ് ഒരു ഏരിയ നമുക്ക് പൗൾട്രിക്ക് കൊടുക്കണം. എന്നാൽ ലാർജ് അല്ലെങ്കിൽ കോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2x2x2 ഫീറ്റ് ക്യൂബ് ആയിട്ടുള്ള ഒരു ഏരിയ കോക്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ 500 കിലോമീറ്റേഴ്സ് ആണ്. ആ 500 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 12 തൊട്ട് 15 അവേഴ്സ് എങ്കിലും എടുത്തിട്ട് വേണം കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളിന്റെ സ്പീഡ് എന്ന് പറഞ്ഞത് ഒരു 30 കിലോമീറ്ററോളാണ്. 30 km/h അതിൽ കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഓരോ ആനിമൽസിനെ കൊണ്ട് വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷെ ആസ് പെർ ദി ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് പ്രകാരവും ഇതിൽ കൂടുതൽ സ്പീഡിൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുന്നുള്ളതല്ല. അതുപോലെ തന്നെ ട്രാൻസിറ്റ് ടെറ്റനിയോ ട്രെയിൽ ലോഡ് സിക്നെസ് ഒക്കെ ആനിമൽസിൽ ഈ പ്രോപ്പർ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളാണ്. അതുകൂടാതെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ശ്രിങ്ക് എന്ന് പറഞ്ഞ വെയിറ്റ് ലോസ് ഓൾമോസ്റ്റ് 3 to 10% വെയിറ്റ് ലോസ് ഉണ്ടാവും ആനിമൽസിന് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ. അത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ലോസ് ആണ്. അതുപോലെ തന്നെ ഈ ബേർഡ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും അതിന്റെ വാട്ടർ വിഡ്രോൺ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നത് നിർത്തിയിരിക്കണം 1 മണിക്കൂർ മുമ്പെങ്കിലും ബേർഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പ്രോപ്പർ റെസ്റ്റിംഗ്, അതായത് ആനിമൽ ഫാസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് 24 hours ബിഫോർ സ്ലോട്ടറിംഗ് എങ്കിലും ആനിമലിനെ ഫാസ്റ്റ് ചെയ്ത് ഇരിക്കണം. അല്ലെങ്കിൽ ഫീഡ് സ്റ്റോപ്പ് ആക്കുന്നത് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു 12 തൊട്ട് 18 മണിക്കൂർ മുമ്പെങ്കിലും, സ്ലോട്ടർ ചെയ്യുന്നതിന് 12 തൊട്ട് 18 മണിക്കൂർ മുമ്പെങ്കിലും ആനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ആനിമൽസിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എവിസറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിസേറ റിമൂവ് ചെയ്യുമ്പോൾ അത് മൊത്തം പൊട്ടുവാനും അതുപോലെ തന്നെ എൻറ്റയർ
മീറ്റിനെ അത് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ വാട്ടർ സപ്ലൈ കൊടുത്തിരിക്കും. അതിന് മെയിൻ ആയിട്ട് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും. വാട്ടർ കൊടുക്കാനുള്ള ഒരു കാരണം വെച്ചാൽ ബ്ലീഡിങ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബ്ലീഡിങ് എഫിഷ്യൻസി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഒരു ഫീഡ് കൊടുത്തിരിക്കുമ്പോൾ അതിന്റെ ഈ മീറ്റ് ആനിമൽസിന്റെ ബ്ലഡ് തിക്ക് ആവാനും അതുപോലെ തന്നെ ബ്ലീഡിങ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാട്ടർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് എഫിഷ്യൻസി കൂടും. അതുപോലെ തന്നെ പ്രോപ്പർ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണമുണ്ട്. സോ വി ഹാവ് ടു സപ്ലൈ ദ ആംപിൾ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് വി ഹാവ് ടു വിത്ത് ഹെൽത്ത് ഓഫ് ഫീഡിങ് ഫ്രം അറ്റ്ലീസ്റ്റ് 12 to 8 hours ബിഫോർ ദ സ്ലോട്ടർ. അതാണ് മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 36, മാക്സിമം 36 hours, മിനിമം 12 hours ആയിരിക്കും. അതുകൂടാതെ തന്നെ നമുക്കറിയാം 72 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റെസ്റ്റ് കൊടുക്കാൻ പാടുള്ളതല്ല. കൂടുതൽ റെസ്റ്റ് വിത്തിൻ 72 hours വി ഹാവ് ടു ഇൻസ്പെക്ട് ദ ആനിമൽസ് ആൻഡ് വി നീഡ് ടു ഫോളോ ഫോർ ദ സ്ലോട്ടറിംഗ്. വി ഹാവ് ടു സ്റ്റാർട്ട് ദ സ്ലോട്ടറിംഗ് പ്രൊസീജിയർ. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റണ്ടിങ് ചെയ്യേണ്ടതാണ്. ഈ 72 മണിക്കൂറിൽ കൂടുതലൊന്നും ഒരിക്കലും ആനിമൽസ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. സോ ഇഫ് എനി കേസ് എമർജൻസി സ്ലോട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എമർജൻസി സ്ലോട്ടർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ആനിമൽസിന് ആ ഒരു അസുഖം മാറുന്നത് വരെ ഒരു സ്പെഷ്യൽ റെസ്റ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലോട്ടർ ഹൗസ് ടു ലെയറേജ്. ലെയറേജ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റിംഗ് ഹൗസിനെയാണ് ലെയറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് ആനിമൽ റെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ് ലെയറേജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെയറേജ് നിന്ന് സ്ലോട്ടർ ഹൗസിലേക്ക് മിനിമം 10 meter എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ലെയറേജും അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏരിയനെ റേസ് എന്ന് പറയും, RACE, റേസ്. അതുപോലെ തന്നെ ഈ 10 meter എങ്കിലും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതാണ്. 10ൽ കൂടുതലും കുഴപ്പമില്ല, പക്ഷെ 10ൽ കുറയാൻ പാടില്ല. ആവറേജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് വന്നത് 12 meter ആണ്, പക്ഷെ മിനിമം 10 meter എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു ഓരോ വാല്യൂന് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ മിനിമം 10 meter ഡിസ്റ്റൻസ് ഷുഡ് ബി ഇത് ഫ്രം ദി സ്ലോട്ടർ ഹൗസ് ടു ലെയറേജ്. ഓക്കെ, പിന്നെ വാട്ടർ സപ്ലൈ, അതായത് നമ്മുടെ 1 day ട്രാൻസ്പോർട്ടേഷനിൽ കാറ്റിൽ മാക്സിമം 30 km/h സഞ്ചരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം 8 hours വരെ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഷീപ്പിനും ഗോട്ടിനാണെങ്കിൽ 24 hours, ഒരു ഡേ മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതെങ്കിൽ അതിന് മാക്സിമം 8 hours ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിഗിലാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഷീപ്പിലും ഗോട്ടിലും ആണെങ്കിൽ ഒരു ദിവസം മാക്സിമം 6 hours മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂ, കാരണം അത് ചെറിയ ആനിമൽ ആണ്. അതുകൂടാതെ തന്നെ അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 24 km/h സ്പീഡിൽ മാത്രമേ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കാറ്റിൽസിന് ഒരു ദിവസം അനുവദനീയമായ സ്പീഡ് എന്ന് പറയുന്നത് 24 km/h ആണ്. ഫോളോഡ് ബൈ അടുത്ത ദിവസത്തിൽ അതിന്റെ സ്പീഡ് കുറച്ച് 22 km/h സഞ്ചരിക്കണം. അപ്പൊ ടോട്ടൽ ഒരു ദിവസം സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം അനുവദനീയമായ സ്പീഡ് എന്ന് പറയുന്നത് 8 kilometer ആണ്. അതുപോലെ തന്നെ മോർ ദാൻ എ ഡേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ ഷീപ്പിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 24 km/h സഞ്ചരിക്കാം ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ 16 km/h സ്പീഡിൽ മാത്രം സഞ്ചരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ടോട്ടൽ ഒരു ദിവസം സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ ആയിരിക്കും. അതുകൂടാതെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സ്പീഡ് ഷുഡ് നോട്ട് എക്സീഡ് 40 km/h. അത് ഏത് ആനിമൽ ആയാലും 40 km കൂടുതൽ ഒരിക്കലും വാഹനം സഞ്ചരിക്കാൻ പാടുന്നതല്ല. അതുകൊണ്ട് ആനിമൽസിന് സ്ട്രെസ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഷെയ്ക്ക് കൊണ്ട് ആനിമൽസ് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആനിമൽസിന് ഒരിക്കലും ലെയറേജിൽ 72 മണിക്കൂറിൽ കൂടുതൽ കെപ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ നിർത്താൻ വേണ്ടി പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ആന്റിമോർട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത് 24 മണിക്കൂർ, സ്ലോട്ടറിങ്ങിന് 24 മണിക്കൂർ മുമ്പെങ്കിലും ആന്റിമോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആനിമൽസിനെ അൺലോഡ് ചെയ്യുന്ന ഏരിയനാണ് നമ്മൾ റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺലോഡ് ചെയ്യുന്ന റാമ്പിന്റെ ആംഗിൾ 20 degree ആയിരിക്കും പിഗിന്റെ കേസിലാണെങ്കിൽ. കാരണം പിഗ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ആനിമൽസ് ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര സ്ലോപ്പ് ഒരിക്കലും ഇറങ്ങാൻ പറ്റുന്നതല്ല. വേറെ കാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 30 degree റാമ്പ് ആംഗിൾ ഉണ്ടെങ്കിലും കുഴപ്പമുള്ളതല്ല, പക്ഷെ അതിൽ കൂടാൻ വേണ്ടി പാടുള്ളതല്ല. കാറ്റിലിന് 30 degree റാമ്പ് ആംഗിൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ അൺലോഡിങ് ആയിട്ടുള്ള ഈ ഏരിയനെ അൺലോഡിങ് ഡോക്ക് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ഡോക്ക് എന്ന് പറയും. അപ്പൊ ഈ ഓഫ് ലോഡിങ് ഡോക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ
ചാസി ആയിട്ട് ഓൾമോസ്റ്റ് ഇക്വലന്റ് ആയിട്ടുള്ള ഹൈറ്റ് ആയിരിക്കണം. അത് ഓൾമോസ്റ്റ് 1.2 മീറ്റർ ഹൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഹൈറ്റിലുള്ള സ്ഥലത്ത് ആനിമൽസിനെ ഇറക്കുമ്പോൾ അത് ആനിമൽസിന് ഒരുപാട് ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ആനിമൽസിന് അത് ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. ദാറ്റ് വിൽ ക്രിയേറ്റ് സ്ട്രെസ് കണ്ടീഷൻ ആൻഡ് ഓൾസോ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ മീറ്റ് പ്രൊഡക്റ്റ് ആസ് വെൽ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു അബറ്റോ എന്ന ലേ ഔട്ടിന്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് വാട്ടർ റിക്വയർമെന്റ്സ് ഫോർ ബൊവൈൻസ്. ബൊവൈൻസിലാകുമ്പോൾ ഓൾമോസ്റ്റ് 272 ലിറ്റേഴ്സ് പെർ ഡേ ആണ്. നല്ല പിഗിനാണെങ്കിൽ 454 ലിറ്റർ പെർ ഡേ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 272 ലിറ്റർ പെർ ഡേ ആണ്. പിന്നെ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലോട്ടർ ഹൗസ് ടു ലെയറേജ് എന്ന് പറഞ്ഞാൽ മിനിമം 10 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അത് മാക്സിമം എത്രയായാലും ഒരു 20-30 ഒക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷെ മിനിമം 10 മീറ്റർ ഡിസ്റ്റൻസ് ഷുഡ് ബി കീപ് ബിറ്റ്വീൻ ദി സ്ലോട്ടർ ഹൗസ് ആൻഡ് ലെയറേജ്. നെക്സ്റ്റ് വൺ മാക്സിമം റിട്ടൻഷൻ ഓഫ് ലെയറേജ് ആനിമൽസ് അല്ലെങ്കിൽ മാക്സിമം റിട്ടൻഷൻ ഓഫ് ലാർജ് ആനിമൽസ് ഇൻ ലെയറേജ് എന്ന് പറയുന്നത് 72 hours ആണ് മാക്സിമം വെക്കാൻ പാടുള്ളത്. അതിൽ കൂടുതൽ വെക്കാൻ പാടുള്ളതല്ല. ദെൻ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് എ കാറ്റിൽ ക്യാൻ ട്രാവൽ ഓൺ ഫുഡ് ആണ് സിംഗിൾ ഡേ എന്ന് പറയുന്നത് മാക്സിമം 30 കിലോമീറ്റർ മാത്രമേ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ മാത്രമേ ഒരു കാറ്റിന് ഒരു ദിവസം സഞ്ചരിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സഞ്ചരിച്ചാൽ സ്ട്രെസ് ഫുൾ കണ്ടീഷൻ അതുപോലെ തന്നെ അത് മീറ്റിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്നതാണ്. ദെൻ പാത്ത് ലീഡിങ് ഫ്രം ലെയറേജ് ടു സ്ലോട്ടർ ഹോൾ ഈസ് കോൾഡ്. അതിന് പറയുന്ന പേരാണ് റേസ് എന്ന് പറയും. അല്ലെങ്കിൽ സ്ലോട്ടർ ഹോളിന് ലെയറേജിന് കണക്ട് ചെയ്യുന്ന ആനിമൽസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്തിനെ നമ്മൾ റേസ് എന്ന് പറയും. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വൈൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബേർഡ് വാട്ടർ ഷുഡ് ബി വിത്ഡ്രോൺ ബിഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ മുമ്പ് വിത്ഡ്രോൺ ചെയ്യേണ്ടതാണ്. 60 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് മുന്നേ വാട്ടർ വിത്ഡ്രോൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു ആനിമൽ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2001 അത് നിലവിൽ വന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മാക്സിമം ഡിസ്റ്റൻസ് എ കാറ്റിൽ ക്യാൻ ട്രാവൽ ഓൺ ഫുഡ് ഇൻ എ സിംഗിൾ ഡേ. ഒരു ദിവസം ഒരു ആനിമൽസ് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്ലേസ് വെർ ആനിമൽ റെസ്റ്റഡ് ബിഫോർ സ്ലോട്ടർ. സ്ലോട്ടറിന് മുമ്പായിട്ട് ആനിമൽ റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ലെയറേജ് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 1 ബൊവൈൻ ആണ്, അല്ലെങ്കിൽ 2 പിഗ്സ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ 3 കാവ്സ് ആണ്, അല്ലെങ്കിൽ 5 ഷീപ്പ് ഓർ ഗോട്ട് ആയിരിക്കും. അപ്പോ ഇതില് കറക്റ്റ് ആയിട്ട് വരുന്നത് 2 ഷീപ്പ് ആണ്. ഓക്കെ, സോറി 2 പിഗ്സ് ആണ്. അപ്പോ 2 പിഗ്സ് ആണ് ഇതിൽ വരിക. 1 ലൈഫ് സ്റ്റോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 2 പിഗ്സ് അല്ലെങ്കിൽ 3 കാവ്സ്, ഇതിൽ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ 5 ഷീപ്പ് ഓർ ഗോട്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 2 പിഗ്സ് ആയിരിക്കും. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അബറ്റോയെ പറ്റിയിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ബേസിക് റിക്വയർമെന്റ്സ് അല്ല, വാട്ടർ റിക്വയർമെന്റ്സ്, ലൈറ്റ് റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ അബറ്റോയുടെ ഡിസൈൻസ്, ഫ്ലോറൽ ഡിസൈൻസ്, അതുപോലെ തന്നെ അവിടെയുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ്, ആനിമൽസ് ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എത്ര ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ റെസ്റ്റിംഗ്, ഓരോ ആനിമൽസിനും റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ റിക്വയർമെന്റ്സ് എത്രയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഏണസ്റ്റ് അക്കാദമിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഇന്റൻസീവ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളോടൊപ്പം നിങ്ങളുടെ നിലവാരം അളക്കാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ എക്സാം വരെയും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും, അതുകൂടാതെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മുതലായവ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ കോഴ്സിന്റെ ഒരു മേജർ ഫീച്ചർ ആണ്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.